ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ക്ലാസ്സിൻ്റെ 6ാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒത്തിരി ഹെയർ ക്ലിപ്സുകൾ ഉണ്ടാക്കുന്നത് പഠിക്കാം. അതായത് നമ്മൾ തുരുമ്പ് പിടിച്ച കുറച്ച് ഹെയർ ക്ലിപ്സാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു തുരുമ്പ് പിടിച്ച ഹെയർ ക്ലിപ്സ് എങ്ങനെ പുത്തനാക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഇതേപോലെയൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് നല്ല പുതിയ ഹെയർ ക്ലിപ്സുകളാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു അലിഗേറ്റർ ക്ലിപ്സിൽ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇതിൽ സെയിം കളറ് വരുന്നതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ടുള്ള അങ്ങനെയൊക്കെ ക്ലിപ്പുകൾ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഈ ഒരു ബീഡ്സിലെ നല്ല റെഡ് കളറുള്ള ബീഡ്സാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. B7000 ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യൽ. ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് അതിൻ്റെ യൂസിങ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് തേച്ചതിന് ശേഷം അതൊന്ന് ഡ്രൈ ആവും. ഒന്ന് ജസ്റ്റ് ഒരു കളർ മാറി വരുന്ന ആ ടൈം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ ഒന്നും പോരൂല. അല്ലാതെ നമ്മൾ ഗമ്മ് തേച്ച പാടെ ഒട്ടിച്ചു കൊടുത്താൽ അത് ഇളകി അപ്പോൾ തന്നെ പോരും. അപ്പോൾ നമുക്ക് എന്താ ഒട്ടില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ ഒന്നും ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ ബീഡ്സിന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 10 ഗ്രാമിന് വെറും 18 രൂപ റേറ്റ് വരുന്നുള്ളൂ. നല്ല അത്യാവശ്യം അതിൽ എണ്ണ ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ ക്ലിപ്സിൽ നമ്മൾ ഈ ഒരു റെഡാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഏത് ഡ്രസ്സിനും മാച്ച് ആയിട്ടുള്ള കളർ ഒട്ടിച്ച് കൊടുക്കാം. മൾട്ടി കളറാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്സ്. ഇത് വളരെ എളുപ്പമുള്ളതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ മൾട്ടി കളറായിട്ടും നമുക്ക് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. ഇത് ആരും തന്നെ ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഗിൽറ്റുകൾ പോകുന്ന ഇതാണ്. നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഗിൽറ്റ് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് ഗിൽറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു ക്ലിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിൽ B7000 ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗിൽറ്റിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരു ക്ലിപ്പിനുള്ളതേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഗ്ലിറ്റർ ട്യൂബൊക്കെ വാങ്ങിയവർ കയ്യിൽ ഇത് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ യൂസ് ചെയ്യാൻ പറ്റും തോന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ച് നിലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ലൊരു റിച്ച് ലുക്ക് തന്നെയാണ് കാണാൻ. അപ്പോൾ നമുക്കിത് ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ സിൽവർ ഹെയർ ബാൻഡിലൊക്കെ വെച്ചിട്ട് അതിന് ഇതേപോലെ ക്ലിപ്പും ഹെയർ ബാൻഡും സെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് ഒട്ടിക്കുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടൂല. ഇത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതും തന്നെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് റൗണ്ട് വരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വരക്കാതെ തന്നെ കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് വരച്ചിട്ട് പെന്നോ പെൻസിലൊക്കെ ഉപയോഗിച്ച് വരച്ചിട്ട് ഇത് നമുക്ക് ഈ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിന് മുന്നേ 1-2 വീഡിയോയിലൊക്കെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ഒത്തിരി ഐഡിയകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ പോയിട്ട് കാണണം. ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പല കളറായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തുരുമ്പ് പിടിച്ച് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചാൽ ആ ക്ലിപ്പൊന്നും കാണാത്ത രീതിയിൽ ഒട്ടി നിൽക്കും. അപ്പോൾ അത് നല്ല പുതിയ ക്ലിപ്പായിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് അതുപോലെ വയർഡ് ഹെയർ ബാൻഡൊക്കെ കുറച്ച് ദിവസം വെക്കുമ്പോൾ തന്നെ അത് തുരുമ്പ് പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് നല്ല പുതിയതായിട്ട് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ക്ലിപ്പിൽ ഈ ഒരു 3 റൗണ്ടും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു റൗണ്ട് വേണമെങ്കിൽ ചൂടാക്കിയാലൊന്ന് അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ ഒരു ബട്ടൺ ടൈപ്പിൽ കിട്ടും. അങ്ങനെയും നമുക്കിത് ഒട്ടിക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഗമ്മ് യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അത് കട്ട പിടിച്ചിട്ട് ഒട്ടാൻ പ്രയാസം ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ ക്ലിപ്പിൽ നമ്മൾ ഈ ഒരു റൗണ്ടിനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതങ്ങനെ ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മറ്റേതും കൂടെ അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമുക്ക് ഏത് ഡ്രസ്സുക്കും മാച്ചായിട്ട് ഇത് ഉണ്ടാക്കാം. ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്പ് ഉണ്ടാക്കാം. നമുക്ക് സെയിൽ ചെയ്താൽ നല്ല ക്യാഷും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കുറഞ്ഞ ചിലവ് ഇതിന് വരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഗ്ലിറ്റർ ടൈപ്പ് അല്ല, സാധാ ഫോം ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മളൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് കളറും നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാടെണ്ണം ഈ ഒരു ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് 2 പീസാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മളിത് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇത് 2 ക്ലിപ്പിലും ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചതിന് ശേഷം നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒരു ക്ലിപ്പിലൊന്നും അങ്ങനെ ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് ഞാനത് പിങ്ക് കളർ എടുത്ത്, അപ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും ഇതിൽ മാച്ചായിട്ട് തോന്നിയത് മെറൂൺ കളറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മെറൂൺ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കമ്പി കളഞ്ഞതിന് ശേഷം അതിലൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു 2 ഫ്ലവറും നമ്മൾ ഈ ഒരു കമ്പി എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓരോ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെയർ ബാൻഡിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണണേ. ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കമൻറ്റ് കണ്ടിരുന്നത്, അതായത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ബീഡ്സൊക്കെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വിടണ്ടേന്ന്. അപ്പോൾ നമ്മളത് ബീഡ്സ് ഒട്ടിച്ചാലും അത് കൂട്ടിയിട്ട് അത് പ്രസ് ചെയ്താലും അത് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു പോരൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാധാ ഒരു പണിയില്ല, സാധാ നമ്മുടെ ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു കമ്പി കളഞ്ഞതിന് ശേഷം ഇതിലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ക്ലിപ്പുകളൊക്കെ ഒട്ടിക്കുമ്പോൾ B7000ൻ്റെ ഗം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമുക്കൊന്നും ഒട്ടൂല എന്നൊക്കെ തോന്നും. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടുന്നത് ഈ ഒരു B7000 6000 ഒക്കെയാണ്. അത് 24 hours കൊണ്ട് നല്ലോണം അടിപൊളിയായിട്ട് ഒട്ടും. നമ്മൾ ഗ്ലൂ ഗണ്ണാണെങ്കിൽ അത് ഒട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരും. നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ മുടിയിലൊക്കെ കുത്തുന്ന സമയത്ത് അത് പറഞ്ഞു പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കൂടുതലും ഈ ഒരു ഗമ്മ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്ലിപ്സുകളാണിത്. അപ്പോൾ ഇതും ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിലാണ് കൊടുക്കുന്നത്, അവിടെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കുറഞ്ഞ റേറ്റിന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും, മെറ്റീരിയൽ കിട്ടും. നല്ല റേറ്റിന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു ക്ലിപ്പ് നമുക്കൊരു 15 രൂപയ്ക്ക് എന്തായാലും സെയിൽ ചെയ്യാം ഒരു ജോഡി. നമുക്ക് 2-3 രൂപയ്ക്ക് ഇതിന് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണമൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി കസ്റ്റമേഴ്സൊക്കെ ഉള്ള ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെയിലാവും. അപ്പം മറക്കണ്ട, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആർക്കെങ്കിലും മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കുന്ന ഐഡിയ ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിത് കൂടുതൽ ഉണ്ടാക്കാനുള്ള മോട്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.